അനുബന്ധമായി മറ്റൊരു മസ്അല കൂടി അനിവാര്യമായും ഇവിടെ അറിയേണ്ടതുണ്ട്. അത് ഹനഫി, ഷാഫിഈ, ഹംബലി മദ്ഹബുകളിൽ പ്രസിദ്ധമായ ഒരു ഹുക്കുമാണ്. എന്തെന്ന് വെച്ചാൽ, ഒരു നിർണിതമായ കാഫിർ, അവനോട് ലഅനത്ത് ആകാമോ അല്ലെങ്കിൽ അവൻ്റെ വിഷയത്തിൽ ലഅനത്ത് ആകാമോ? ഈ 3 മദ്ഹബും ലാ യജൂസു ലഅനുഹു, അങ്ങനെ ഒരു കാഫിറിനെ ലഅനത്ത് ചെയ്യൽ അനുവദനീയമല്ല. ലിഅന്ന ഹാലഹു ഇൻദൽ വഫാ ലാ തുഅലം, കാരണം അവൻ മരണസമയം അവൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത് അറിയപ്പെടുന്ന വിഷയമല്ല. വഖദ് ശറത്തല്ലാഹു ഫീ ഇത്ലാഖിൽ ലഅനത്തിൽ അൽ വഫാത അലൽ കുഫർ, ലഅനത്ത് പറയുമ്പോൾ കുഫറിൽ മരണപ്പെടുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപാധിയാക്കിയിരിക്കുന്നു, ഷർത്താക്കിയിരിക്കുന്നു. വദാലിക ഫീ ഖൗലിഹി തആല, എവിടെയാണ് അല്ലാഹു കുഫറിൽ മരണപ്പെടുക എന്നത് ഷർത്താക്കിയത്? ഈ വചനത്തിൽ, നമ്മുടെ ഈ 161 വചനം, ഇന്നല്ലദീന കഫറു വമാതു വഹും കുഫാർ ഉലൈക അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ എന്നായത്. വലിഅന്ന ലാ നദ്രി മാ യുഖ്തമു ബിഹി ലിഹാദൽ കാഫിർ, ഈ ശപിക്കപ്പെടുന്ന കാഫിർ, അയാൾ എങ്ങനെയാണ് അയാളുടെ അന്ത്യം കുറിക്കപ്പെടുന്നത് അത് നമുക്കറിയില്ല. അതിനാൽ അപ്പോൾ ഇവിടെ വമാതു വഹും കുഫാർ എന്നുള്ള ഈ ഒരു ഷർത്ത് അല്ലെങ്കിൽ ഈ ഒരു ഖൈദ് ഭൂരിപക്ഷം ഫുഖഹാക്കൾ ഒരു കാഫിറിനെയും അവൻ ജീവിച്ചിരിക്കുന്ന കാലം ലഅന ചെയ്യാൻ പാടില്ല, അത് അനുവദനീയമല്ല എന്നതിന് തെളിവുദ്ധരിച്ച വചനമാണ്. ഈ വിഷയത്തിൽ പ്രബലമായ അഭിപ്രായവും ഇതുതന്നെയാണ്. അപ്പോൾ കാഫിറിനെ നിർണയിച്ച് ലഅന ചെയ്യാൻ പാടില്ല എങ്കിൽ കുഫറല്ലാത്ത ഇതര പാപങ്ങൾ ചെയ്ത വ്യക്തികൾ, അത് വൻപാപമാകട്ടെ ചെറുപാപമാകട്ടെ, അവരും ലഅന ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ഇവിടെ വ്യക്തമാണ്.